ഈ സീനിൽ കാവുന്റെ സ്കൂളാണ് കാണിക്കുന്നത്. ഒരു കുട്ടിയുടെ മദർ കാവുനെ കുറിച്ച് ടീച്ചറിനോട് ഒരുപാട് കംപ്ലൈന്റ് പറയുന്നു. നോക്കൂ, ഇവൻ എങ്ങനെ ധൈര്യം വന്നു എന്റെ മകനെ ഹിറ്റ് ചെയ്യാൻ, എന്തുമാത്രം ഇഞ്ചുറീസ് ആണ് എന്റെ മകന് ദേഹത്തുള്ളിന്നെല്ലാം ആ മദർ പറയുന്നുണ്ട്. അപ്പോൾ സിരി അവിടേക്ക് വരുന്നു. കാവുനോട് എന്താ കാര്യം, നീ എന്തിനാ ഇവനെ ഹിറ്റ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. മിസ്റ്റേക്ക് എന്റെ അല്ല മോം, ഇവന്റെയാണ്. ഇവനാണ് എന്റെ ഫ്രണ്ടിനെ ബുള്ളി ചെയ്ത്, എന്നിട്ട് സോറി പറയുന്നതിന് പകരം എന്നെ പുഷ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അവനെ ഹിറ്റ് ചെയ്തതെന്ന് കാവു പറയുന്നു. ടീച്ചർ കാവുന്റെ ഫ്രണ്ടിനോട് നടന്ന കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സത്യത്തിൽ മിസ്റ്റേക്ക് കാവുന്റെ ആയിരുന്നില്ല, പകരം ആ വില്ലൻ പയ്യന്റെ ആയിരുന്നു. അവൻ ആ കുട്ടിയുടെ സ്കേർട്ട് പൊക്കുന്നു. ആ കുട്ടി ഒരുപാട് കരയുന്നുണ്ട്. ഇത് കണ്ട് കാവ് അവിടേക്ക് വന്ന് കാര്യം ചോദിക്കുന്നു. കാര്യം അറിയുമ്പോൾ ആ വില്ലൻ പയ്യനോട് സോറി പറയാൻ പറയുന്നുണ്ട്. പക്ഷെ ആ പയ്യനാകട്ടെ കാവുനെ പുഷ് ചെയ്യുന്നു. ദേഷ്യം വരുന്ന കാവും അവനെ പുഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വീഴുമ്പോഴാണ് ആ വില്ലൻ പയ്യന്റെ കാല് ഇഞ്ചുർഡ് ആകുന്നത്. മിസ്റ്റേക്ക് തന്റെ മകന്റെ ആണെന്ന് ആ മദറിന് മനസ്സിലാകുന്നുണ്ട്. കാവുനോട് സോറി പറയാൻ പറയുന്നു. ആ വില്ലൻ പയ്യൻ കാവുനോട് സോറി പറയുന്നുണ്ട്. മൂന്നുപേരും വീണ്ടും ഫ്രണ്ട്സ് ആകുന്നു. ക്രിട്ടിനെ ഫോളോ ചെയ്ത് ന്യൂട്ടും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവളും കാണുന്നുണ്ട്. സിരിയെ സ്കൂളിൽ ഒരു സൈഡിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പോൾ ന്യൂട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. നിനക്കെന്നെ നന്നായിട്ട് അറിയാവുന്നല്ലേ, ഞാൻ എന്തുമാത്രം ഡേഞ്ചർ ആണെന്ന് നിനക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്നെ വോൺ ചെയ്യാണ്. ക്രിട്ടിനെ നീ വെറുതെ വിടണം. നിന്റെ ഈ പ്രേമെന്ന വലയിൽ അവനെ വീഴ്ത്താൻ ശ്രമിക്കേണ്ട. അവൻ ഒരുപാട് ഇന്നോസെന്റ് ആണ്. നീ അവനെ ഹർട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്നെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് ന്യൂട്ട് ദേഷ്യത്തിൽ അവളുടെ കൈ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. സിരിയയ്ക്ക് പെയിൻ എടുക്കുന്നു. ക്രിട്ട് അപ്പോൾ അവിടേക്ക് വന്ന് ന്യൂട്ടിന്റെ കൈ സിരിയുടെ കയ്യിൽ നിന്ന് മാറ്റുന്നു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ സൈഡിലേക്ക് വരാൻ അവൻ പറയുന്നു. എനിക്കിപ്പോൾ സിരിയോട് സംസാരിക്കണം. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ന്യൂട്ട് പറയുന്നുണ്ടെങ്കിലും എനിക്ക് നിന്നോട് ഇപ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞ് ക്രിട്ട് അവളെയും കൂട്ടി അവിടുന്ന് പോകുന്നു. ക്രിട്ട് ന്യൂട്ടിനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. സിരിയെ ഹർട്ട് ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ നിന്നോടൊരു കാര്യം ഇപ്പോൾ ക്ലിയർ ചെയ്യാണ്. നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിന്നെ ലൈക്ക് ചെയ്യുന്നില്ലെന്ന്. അതുകൊണ്ട് നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതെല്ലാം മറക്കുന്നേ ബെറ്റർ. അങ്ങനെയുള്ള ഒരു ഫീലിങ്സും എനിക്ക് നിന്നോടില്ലാന്ന് ക്രിട്ട് പറയുന്നു. ഇതെല്ലാം കേട്ട് ന്യൂട്ടിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. സത്യത്തിൽ അവളുടെ ദേഷ്യം മുഴുവൻ സിരിയോടാണ്. നെക്സ്റ്റ് സീനിൽ തീയാണ് കാണിക്കുന്നത്. അവൻ തന്റെ സ്പൈയായ ലീയെ കോൾ ചെയ്ത് എന്റെ മദർ വീട്ടിൽ നിന്ന് പോയെന്ന് ചോദിക്കുന്നു. ഇതുവരെ പോയിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ പോകും. മദറിനെ കൊണ്ടാക്കാൻ സിരിയ മാം എന്നോട് പറഞ്ഞിരിക്കുന്നതെന്നും ലീ പറയുന്നുണ്ട്. തീയുടെ മദർ ആ വീട്ടിൽ നിന്ന് പോകാൻ ഇറങ്ങുന്നു. അവർ ഒരുപാട് സാഡായിരുന്നു. പഴയ കാര്യങ്ങളെല്ലാം അവർ ഓർക്കുന്നുണ്ട്. തീയും തന്റെ ഫാമിലിയും ഒത്ത് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഒരു ടൈമിൽ അവർ ആ വീട്ടിൽ ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അതെല്ലാം ഒരു സ്വപ്നം മാത്രമാണ്. ഇതെല്ലാം ആലോചിച്ച് ആ മദർ ഒരുപാട് സാഡായിരുന്നു. ഈ സീനിൽ ന്യൂട്ട് സ്കൂളിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ സീനയും നണ്ണിനെയും കാണുന്നു. ന്യൂട്ട് ആകെ ഷോക്കാകുന്നുണ്ട്. സിരിയാണെങ്കിൽ നണ്ണിന്റെ കൂടെ അല്ലല്ലോ വന്നത്, ക്രിട്ടിന്റെ കൂടെയാണ്. പിന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണെന്ന് അവൾ ആലോചിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്ത് അവൾ അകത്തേക്ക് വരുന്നു. ക്രിട്ടിനോട് സിരിയോടും ഞാൻ എവിടെ പോയി, ഞാൻ ഇപ്പോൾ നിന്നെ നണ്ണിന്റെ കൂടെ കണ്ടെയാണ്. നീ ക്രിട്ടിന്റെ കൂടെയല്ലേ വന്നത്, പിന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണെന്നൊക്കെ ചോദിക്കുന്നു. സിരിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. കാവുനെ റിസീവ് ചെയ്യാനായി സീനി നണ്ണു വന്ന കാര്യം അവൾക്കറിയില്ലായിരുന്നു. അപ്പോൾ നണ്ണ് അവളുടെ അടുത്തേക്ക് വരുന്നു. ഞാൻ വാഷ്റൂമിലേക്ക് ജസ്റ്റ് ഒന്ന് പോയതാണ്, പക്ഷെ നീ ആകട്ടെ ആ ടൈം കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. കാര്യം എന്താണെന്ന് ഞാൻ ന്യൂട്ടിനോട് ചോദിക്കുന്നുണ്ട്. ഒന്നും പറയാതെ ന്യൂട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സീനി നണ്ണും ന്യൂട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണയും അവർ രക്ഷപ്പെട്ടത്. അന്ന് രാത്രി ക്രിട്ടിന്റെ കൂടെയാണ് സിരിയ സ്റ്റേ ചെയ്യുന്നത്. കാരണം പീക്കിന് സുഖമില്ലെന്നും അവനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോവുകയാണെന്നും ആൻറ്റി അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആൻറ്റി ഇല്ലാത്തതുകൊണ്ട് സിരിയെ നോക്കാനായി വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ക്രിട്ടിന്റെ കൂടെ അവൾ സ്റ്റേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അവളെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് ക്രിട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്ന സിരിയ ഒരുപാട് റൂഡായിട്ടാണ് ക്രിട്ടിനോട് സംസാരിക്കുന്നത്. സിരിയയ്ക്ക് ഇതെന്തു പറ്റിയെന്ന് ക്രിട്ടിന് മനസ്സിലാകുന്നില്ല. നെക്സ്റ്റ് സീനിൽ തീ തന്റെ ഫ്രണ്ടായ പോലീസ് ഓഫീസറിനെ കാണാൻ വരുന്നു. ഈ കേസിനെ കുറിച്ച് താൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ഓഫീസർ അവനോട് പറയുന്നുണ്ട്. സിരിയുടെ ദേഹത്തുനിന്ന് കിട്ടിയ ബുള്ളറ്റും പായുടെ ഹസ്ബൻഡിന്റെ ദേഹത്തുനിന്ന് കിട്ടിയ ബുള്ളറ്റും ഡിഫറെന്റ് ഗണ്ണിന്റെയാണ്. അതിന്റെ അർത്ഥം ഒന്നുകിൽ പായുടെ കയ്യിൽ ആ ടൈമിൽ 2 ഗണ്ണുണ്ടായിരുന്നു, അതല്ലെങ്കിൽ പായെ കൂടാതെ മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു.
അയാളാണ് പായുടെ ഹസ്ബൻഡിനെ ഷൂട്ട് ചെയ്തത്. പായുടെ കയ്യിൽ ആ ടൈമിൽ 2 ഗൺ ഉണ്ടാകുന്ന പോസിബിലിറ്റി വളരെ കുറവാണ്. അതിൻ്റെ അർത്ഥം പാ മനഃപൂർവ്വം ആരോ സഹായിക്കുകയാണ്. ഇതെല്ലാം കേട്ട് തീയും കൺഫ്യൂസ് ആകുന്നു. പാ ആർക്കു വേണ്ടിയായിരിക്കും ഇത്രയും വലിയ സാക്രിഫൈസ് ചെയ്യുന്നത്? ഒരു കൊലക്കുറ്റം ഏറ്റെടുക്കാൻ പോലും അവൾ തയ്യാറായത് ആർക്കു വേണ്ടിയായിരിക്കും എന്ന് തീ ആലോചിക്കുന്നുണ്ട്. ഈ സീനിൽ നുട്ട് തന്റെ എംപ്ലോയിയെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. ഈ എംപ്ലോയി നിയോങ്ങിന്റെ ആ ചീറ്റഡ് ബോയ് ഫ്രണ്ടാണ്. എന്നിട്ട് സിരിയെക്കുറിച്ച് എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്ത് കൊണ്ടുതരാൻ വേണ്ടി പറയുന്നുണ്ട്. HR ഡിപ്പാർട്ട്മെന്റിൽ പോയി സിരിയെക്കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും അയാൾ കളക്ട് ചെയ്യുന്നുണ്ട്. അയാൾ ഇങ്ങനെ ചെയ്യുന്നത് സിരിയുടെ ഫ്രണ്ട് കേൾക്കുന്നു. അവന് കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇവൻ എന്തിനാ സിരിയ മാമിന്റെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതെന്ന് അവൻ മനസ്സിൽ ആലോചിക്കുന്നു. അവൻ ഈ കാര്യങ്ങളെല്ലാം വന്ന് ക്രിട്ടനോടും സിരിയോടും പറയുന്നു. കമ്പനിയിൽ നിന്നെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാണ്, പക്ഷെ ഇതിന് പിന്നിൽ ആരാണെന്ന് അറിയില്ല എന്നും അവൻ പറയുന്നുണ്ട്. അവൻ പോയ ശേഷം ക്രിട്ട് സിരിയോട് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സിരിയ സ്മൈൽ ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് ബിസിയാണ്, അതിനുശേഷം വരാമെന്ന് അവൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോകുന്നു. ക്രിട്ടാകട്ടെ സ്വയം ഷോക്കാകുന്നു. സത്യത്തിൽ ഞാൻ സിരിയെ ഇത്രമാത്രം ലൈക്ക് ചെയ്യുന്നു എന്ന് അവൻ സ്വയം ചോദിക്കുന്നുണ്ട്. ഇവിടെ സിരിയ തീയുടെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. സീന പറഞ്ഞനുസരിച്ച് അവൻ്റെയും അവൻ്റെ മദറിൻ്റെ ഇടയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് സിരിയ ശ്രമിക്കുന്നത്. ആ റെസ്റ്റോറൻറ്റിൽ തന്നെ മദറിനെ കാണുമ്പോൾ തീക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നീ എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വന്നയാണോ അതോ എന്തെങ്കിലും പ്ലാനിങ്ങോടെ വന്നയാണോ എന്ന് ചോദിച്ച് അവൻ ദേഷ്യത്തിൽ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. സിരി അവൻ്റെ പിറകെ വരുന്നു. തീ ഇത് കാണുന്നുണ്ട്. അവളുടെ അടുത്ത് വന്ന് അവൾ എണീപ്പിക്കുന്നു. നീ ആദ്യം നിന്റെ സ്വന്തം കാര്യം നോക്കൂ. മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും സ്വയം സാക്രിഫൈസ് ചെയ്യരുത്. ഞാനാണെങ്കിൽ പോലും നീ അത് ചെയ്യരുതെന്ന് അവൻ പറയുന്നുണ്ട്. സിരി അവനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം നിന്റെ മദറിനെ നീ ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നെന്ന്. എനിക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് അവൾ പറയുന്നു. എനിക്ക് ഇവരോട് ഒരു ഫീലിങ്സും ഇല്ലെന്ന് തീയും പറയുന്നു. നീ എനിക്ക് ഒരു ദിവസത്തെ ടൈം തരാൻ സിരിയെ പറയുമ്പോൾ തീ ആ ടൈം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ കാവ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീ അവിടേക്ക് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് അന്ന് വളരെ ടേസ്റ്റി ആയിരുന്നു. അവൻ ഒരുപാട് കഴിക്കുന്നു. ഇന്നത്തെ ഫുഡ് നല്ല ടേസ്റ്റി ആണല്ലോ, ആരാണ് ഉണ്ടാക്കിയെന്ന് അവൻ നന്നോട് ചോദിക്കുന്നുണ്ട്. നിന്റെ മദറാണെന്ന് പറഞ്ഞ് സീനിയർ മദറും കിച്ചണിന് വെളിയിലേക്ക് വരുന്നു. മദറിനെ അവിടെ കണ്ട് തീക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. അവൻ എണീറ്റ് അവിടുന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. നീയല്ലേ ഇന്നലെ എന്നെ ചലഞ്ച് ചെയ്തത്, നിന്റെ മദറിനോട് നിനക്കൊരു ഫീലിങ്സും ഇല്ലെന്ന്. നീ ഇവിടെ എണീറ്റ് പോവുകയാണെങ്കിൽ ഞാനാണ് ജയിച്ചതെന്ന് ഞാൻ വിചാരിക്കും. കാരണം നിനക്ക് നിന്റെ മദറിനോട് ഇപ്പോഴും ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഫുഡ് നിനക്ക് കഴിക്കാൻ പറ്റാത്തതെന്ന് അവൾ പറയുന്നു. സീന പറയുന്നത് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാനായി തീ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അതിനുശേഷം അവൻ അവിടെ എണീറ്റ് പോകുന്നു. സീന അവൻ്റെ പിറകെ വന്ന് അവനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്കും അവൻ്റെ മദറിനെ വെറുക്കാൻ പറ്റില്ല. നിന്നെ ഉപേക്ഷിച്ച് പോകാൻ ആ മദറിൻ്റെ പക്കൽ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. അന്ന് അവർ ഹെൽപ്ലെസ് ആയിരുന്നിരിക്കും. നീ അവരുടെ ഭാഗം എന്താണെന്ന് കേൾക്കണമെന്ന് സീന അവനോട് പറയുന്നുണ്ട്. സീന മദറിൻ്റെ അടുത്ത് വന്ന് കാര്യം ചോദിക്കുന്നുണ്ട്. 20 വർഷം മുന്നേ ഇത്രയും കുട്ടിയായിരുന്ന തീ ഉപേക്ഷിച്ച് പോകാൻ കാരണം എന്താണെന്ന്. മദർ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നു. അവർ ഒരുപാട് ഇമോഷണൽ ആകുന്നുണ്ട്. തൻ്റെ സ്റ്റോറി സീനയുമായി ഷെയർ ചെയ്യുന്നു. തൻ്റെ ഹസ്ബൻഡിന് ആ ടൈമിൽ മറ്റൊരു ലേഡിയുമായി റിലേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് തവണ ഞാൻ എതിർത്തിട്ടും അയാൾ വീണ്ടും ആ ലേഡി അടുത്തേക്ക് പോയി അവളെ മാരി ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് എനിക്കിവിടെ വിട്ടു പോകേണ്ടി വന്നത്. തീയുടെ പുതിയ മദർ തീയെ നോക്കുമെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യലി ഞാൻ ഒട്ടും സ്റ്റേബിൾ അല്ലായിരുന്നു. തീക്കൊരു നല്ല ലൈഫ് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തീയെ എൻ്റെ കൂടെ കൊണ്ടുപോകാതിരുന്നത്. ഇതെല്ലാം പറഞ്ഞ് മദർ ഒരുപാട് കരയുന്നുണ്ട്. തീയും ഇതെല്ലാം കേൾക്കുന്നു. ഇവിടെ നുട്ടിൻ്റെ എംപ്ലോയി സീനിയും സിരിയെയും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെത്തുന്നു. സീനിയും സിരിയും ഐഡന്റിക്കൽ ട്വിൻ സിസ്റ്റേഴ്സ് ആണെന്നും ഒരു ആക്സിഡന്റ് കാരണം ഒരാൾ പാരലൈസ് ആണ്, പക്ഷേ മറ്റേയാൾക്ക് ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണെന്നും ആ അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ഫുൾ പ്രൂഫോടെയാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം നുട്ടിനെ കാണിക്കുന്നത്. നുട്ടിന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. ഈ 2 സിസ്റ്റേഴ്സും കൂടി എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്തിരിക്കുകയാണ്. തൻ്റെ വീട്ടിൽ താമസിക്കുന്നത് സിരിയായിട്ട് ആക്ട് ചെയ്ത് സീനയാണെന്നും അവൾ മനസ്സിലാക്കുന്നു. ഞാൻ ഇവരെ വെറുതെ വിടില്ലെന്ന് അവൾ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട്. അന്ന് നൈറ്റിൽ ഒരുപാട് ഡ്രിങ്ക് ചെയ്തിട്ടാണ് തീ വീട്ടിലേക്ക് വരുന്നത്.
ലീയുടെ ഹെൽപ്പോടെ ഈ ഡ്രങ്കായ ടീയെ മദർ റൂമിൽ കൊണ്ട് കിടത്തുന്നു. എന്നിട്ട് അവനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. മദർ എന്നെ ഉപേക്ഷിച്ച് പോകരുത്, എനിക്ക് മദറിനെ ഒരുപാട് ഇഷ്ടമാണെന്നെല്ലാം ബോധമില്ലാത്ത അവസ്ഥയിലും ടീ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കേട്ട് മദർ ഒരുപാട് ഇമോഷണൽ ആകുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ ടീ എണീക്കുമ്പോൾ തലേന്ന് രാത്രിയിൽ താൻ മദറിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ ഓർമ്മ വരുന്നു. മദർ എവിടെയാണെന്ന് അറിയാനായി അവൻ പോയി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. മദർ പോകാൻ പോവുകയാണെന്ന് അവരെല്ലാവരും പറയുന്നു. അവൻ പെട്ടെന്ന് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഓടുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരു വണ്ടി ഗേറ്റ് പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവൻ ആ വണ്ടിയുടെ പിറകെ പോകുന്നുണ്ട്. പഴയ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മദറിനെ വീണ്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ പിറകെ പോകുന്നു. പക്ഷെ കാര്യം ഉണ്ടായിരുന്നില്ല. വണ്ടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ടീ ഒരുപാട് സാഡാകുന്നു. പക്ഷേ അവൻ നോക്കുമ്പോൾ അവൻ്റെ മദർ അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ടീ ഷോക്കാകുന്നു. മദർ ഇവിടെയാണെങ്കിൽ പിന്നെ കാറിൽ ആരായിരുന്നു? അപ്പോൾ സീന, ഞാൻ ഈ പ്ലാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീ ഒരിക്കലും റിയലൈസ് ചെയ്യില്ലായിരുന്നു നിന്റെ മദറിനെ നീ ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നെന്ന്, മദറിനെ വീണ്ടും നഷ്ടമാക്കാൻ നീ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്ന്. മദർ വന്ന് ടീയെ ഹഗ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ടീ സീനെ വഴക്ക് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ എന്നോട് പറയണം, എന്നെ അലേർട്ട് ചെയ്യണമായിരുന്നു. നീ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആരെങ്കിലും പറഞ്ഞിട്ടാണോ പ്ലാൻ ചെയ്യുന്നത്? ഞാൻ നിന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്റെ മനസ്സിലെ ഫീലിങ്സ് വെളിയിൽ വരില്ലായിരുന്നു. ഞാൻ അല്ലെങ്കിലും ഇതെല്ലാം ചെയ്തത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാ, ഒരു മദറിനെയും മകനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി. ഇതിലൊരു തെറ്റുമില്ല എന്ന് സീനയും പറയുന്നു. നീ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നിനക്കൊരു സർപ്രൈസ് തരാൻ ആഗ്രഹിക്കുന്ന അവൻ പറയുന്നു. നീ എൻ്റെ കൂടെ വരുമെന്ന് അവൻ ചോദിക്കുമ്പോൾ നല്ല സർപ്രൈസ് ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരുമെന്ന് അവളും പറയുന്നു. നെക്സ്റ്റ് സീനിൽ ടീ സീനയും കൂട്ടി ഡ്രൈവ് ചെയ്യാണ്. ഇതെൻ്റെ ഫേവറേറ്റ് റേസിംഗ് കാറാണ്, ഞാൻ റേസിംഗിൽ പങ്കെടുക്കുന്ന ഈ കാറിലാണെന്ന് പറഞ്ഞ് അവളെ ഇരുത്തി ഒരുപാട് സ്പീഡിൽ അവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. സീന ഇതെല്ലാം ഒരുപാട് എൻജോയ് ചെയ്യുന്നു. കാരണം ഇതുപോലുള്ള അഡ്വഞ്ചറസ് കാര്യങ്ങൾ സീനയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിനുശേഷം രണ്ടുപേരും പരസ്പരം നോക്കുന്നു. ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അവൻ അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങളുടെ മാരേജ് റിയൽ അല്ലെന്നും സിറ്റുവേഷൻ്റെ സമ്മർദ്ദം കാരണമാണ് നിങ്ങൾ മാരി ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുതെന്നും പോപ്പിൻ്റെ മദർ അവനോട് പറഞ്ഞ കാര്യം അവനപ്പോൾ ഓർക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് പുറകോട്ട് മാറുന്നു. അവളെ കിസ് ചെയ്യുന്നില്ല. രണ്ടുപേരും ഒരുപാട് ഓക്വേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നും മിണ്ടാതെ കുറേ നേരം വണ്ടിയിലിരിക്കുന്നു. ഇവിടെ നുട്ടിൻ്റെ എംപ്ലോയി ആകട്ടെ നുട്ട് പറഞ്ഞ അനുസരിച്ച് സിരിയെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുന്നു. അവൾ എവിടെയാണ് താമസിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. സിരിയുടെ ഫോട്ടോസും മറ്റുമെല്ലാം അവൻ നുട്ടിന് അയച്ചു കൊടുക്കുന്നുണ്ട്. നുട്ട് ദേഷ്യത്തിൽ ക്രിട്ടൻ്റെ അടുത്തേക്ക് വരുന്നു. നീ എന്തെങ്കിലും കാര്യം എന്നിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ പറയുന്നത് ബെറ്റർ. നീ എന്ത് കാര്യമാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും നീ തുറന്നു പറയൂ, എനിക്കൊരു ഐഡിയ ഇല്ലാന്ന് ക്രിട്ടും പറയുന്നു. ശരി, നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ നീ പറയണ്ട. സത്യം എന്താണെങ്കിലും ഞാൻ പുറത്തു കൊണ്ടുവരും, നീ അപ്പോൾ കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് ന്യൂട്ട് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. ഈ സീനിൽ ടീ റൂമിൽ വന്ന് നീ എൻ്റെ ചാർജർ കണ്ടോ, എൻ്റെ ചാർജർ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെയെല്ലാം ചാർജർ നോക്കുന്നുണ്ട്. അവനെ ഹെൽപ്പ് ചെയ്യാനായി സീനിയെ നോക്കുന്നു. അപ്പോൾ അവർക്ക് ഒരു ചാർജർ കിട്ടുന്നുണ്ട്. ഇതെൻ്റെ ചാർജറാണ്, ഇതിൽ എൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ആ ചാർജർ പിടിച്ച് വാങ്ങാൻ സീന ശ്രമിക്കുന്നു. ഈ പിടിവലിക്കിടയിൽ രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ടീയുടെ ഹാർട്ട് ബീറ്റ് എല്ലാം കൂടുന്നു. സീന പെട്ടെന്ന് മാറി നിൽക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് നിനക്ക് വേണമെങ്കിൽ എൻ്റെ ചാർജർ യൂസ് ചെയ്യാം, പക്ഷേ ഉപയോഗം കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് തരണമെന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവനോട് റൂമിൽ നിന്ന് പോകാൻ പറയുന്നുണ്ട്. ടീ ആ ചാർജറും കൊണ്ട് അവൻ്റെ റൂമിലേക്ക് വരുന്നു. കുറച്ച് മുന്നേ നടന്ന കാര്യങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ട്. സീന തൻ്റെ ക്ലോസ് ആയിട്ട് വന്നതും സീന ഇത്രയും ക്ലോസ് ആയി കണ്ടപ്പോൾ തൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയതും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും.